ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഇപ്രകാരം നമ്മോട് പറയുക: പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒറ്റ കാരണത്തിനാണ്, എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ കർത്താവ് പറയുന്നത് സന്തോഷത്തിൻ്റെ പൂർണ്ണതയാണ്. സന്തോഷത്തിൻ്റെ പൂർണ്ണത എന്ന് വെച്ചാൽ ആനന്ദം എന്നതിന് പറയും, ജോയ് എന്ന് പറയും. സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരണം, ഉയരണം എന്നുള്ളതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ എന്താണ് സന്തോഷം, സന്തോഷത്തിൻ്റെ പൂർണ്ണത എന്നുള്ളത് വ്യക്തമായി കർത്താവ് തന്നെ നമ്മോട് പറയുന്നുണ്ട്. ഒരുവനും എടുത്തു മാറ്റാൻ കഴിയാത്ത മനസ്സിൻ്റെ ആനന്ദത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിന് പറയുന്ന പേരാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണത. മറ്റു സന്തോഷങ്ങൾ എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ, അവസ്ഥകൾ, വ്യക്തികൾ, നേട്ടങ്ങൾ നമുക്ക് നൽകുന്നത്. അത് താൽക്കാലികമാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സന്തോഷം, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ സമയം തീരുമ്പോൾ ആ സന്തോഷം തീർന്നു. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷയുടെ റിസൾട്ട് വന്നു, നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്കുള്ള സന്തോഷം അത് എത്ര നാൾ നീണ്ടു നിൽക്കും? ക്ലാസ് തുറക്കുന്നത് വരെ, ക്ലാസ് തുറന്ന് ഒരാഴ്ച കഴിയുന്നത് വരെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ തനിക്ക് കിട്ടിയതിനെക്കാട്ടും കൂടുതൽ മാർക്ക് അടുത്തിരിക്കുന്ന കുട്ടിക്ക് കിട്ടിയെന്ന് അറിയുന്നത് വരെ. അത്രയുള്ളൂ അതിൻ്റെ സന്തോഷത്തിൻ്റെ ദൈർഘ്യം. എന്നാൽ ആനന്ദം എന്ന് പറയുന്നത്, സന്തോഷത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒരുവനും എടുത്തു മാറ്റാൻ പറ്റാത്ത മനസ്സിൻ്റെ അവസ്ഥയാണ്. അതെന്താണ്? അത് ക്രിസ്തുവാണ്. നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തു കടന്നു വരുമ്പോൾ, പിന്നെ ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുത്ത് കഴിയുമ്പോൾ ഒരുവൻ കടന്നു പോകുന്ന വഴികൾ അത് പീഡനങ്ങളുടേതാകാം, അത് പ്രശ്നങ്ങളുടേതാകാം, സങ്കീർണമായ ജീവിത അനുഭവങ്ങളുടേതാകാം. പക്ഷെ ഇതിൻ്റെ ഇടയിലൊന്നും എൻ്റെ ഉള്ളിൻ്റെ സന്തോഷം കെട്ടുപോകില്ല. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആര് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തും? പീഡനങ്ങളോ, കഷ്ടപ്പാടുകളോ, ദുരിതമോ, മരണമോ, ഇവയ്ക്കൊന്നിനും എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്താൻ, മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരുവനും എടുത്തു മാറ്റാൻ പറ്റാത്ത, കഴിയാത്ത ആനന്ദം അത് ക്രിസ്തുവാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് ഏതൊരുവൻ കടന്നു വരുന്നുവോ അവനെ തകർക്കാനോ പരാജയപ്പെടുത്താനോ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു പ്രസ്ഥാനത്തിനും കഴിയില്ല. ഈ ഒരു കരുത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കരുത്ത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ആനന്ദമെന്ന് തിരിച്ചറിയുക. ആകയാൽ കൃപയുടെ ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദിവ്യകാരുണ്യ ഈശോയെ, നീ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ ഈ കരുത്തുകൊണ്ട് നിറയ്ക്കണമേ. ഒരിക്കലും ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ഹൃദയത്തിൻ്റെ സന്തോഷം, ആനന്ദമാകുന്ന നിന്നെ കൊണ്ട് എന്നും നിറയുവാൻ, നിറഞ്ഞ ഞാൻ നിനക്ക് വേണ്ടി നിലപാടെടുക്കുവാൻ കരുത്ത് തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം.